സഹകരണ ചരിത്രത്തിലെ ഒരു വലിയ ഇതിഹാസത്തിൻ്റെ 100-ാം വാർഷികമാണ് ഇന്ന്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ 100-ാം വാർഷിക ദിനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിൽ മടപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഈ വിജയം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയതാണ്. കാരണം ലോകത്തിലെ 2ാമത്തെ സഹകരണ സ്ഥാപനം, ഏഷ്യയിലെ ഏറ്റവും ഉന്നതമായ ആദ്യത്തെ സഹകരണ സ്ഥാപനം, ആ ക്രെഡിറ്റുകളെല്ലാമുള്ള ഈ സ്ഥാപനത്തിൻ്റെ മേധാവി, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് രമേശൻ പാലേരി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വേളയിൽ. സ്വാഗതം. ആദ്യം തന്നെ അഭിനന്ദനങ്ങളാണ്. കാരണം ഒരു 100 വർഷത്തിലേക്ക് എത്തി ഇത്രയും വലിയ പേരിലേക്ക് ഊരാളുങ്കലിനെ എത്തിക്കുന്നതിൽ അങ്ങേക്കൊരു വലിയ പങ്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വാർഷികത്തോടുകൂടി എന്താണ് ഊരാളുങ്കൽ സൊസൈറ്റി സമൂഹത്തോട് അല്ലെങ്കിൽ കേരളത്തോട്, ലോകത്തോട് പറയുന്നത്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് ഏകദേശം 18,000 പേർ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം. അപ്പം അതിൽ തന്നെ 1500ഓളം എൻജിനീയേഴ്സും ജീവനക്കാരുമുള്ളവർ. അപ്പം ഒരു മഹാപ്രസ്ഥാനമായിട്ട് ഇന്ന് ലോകത്ത് തന്നെ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന, ഏഷ്യയിലെ തന്നെ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഈ പ്രസ്ഥാനം അതിൻ്റെ ടെക്നോളജിയും അല്ലെങ്കിൽ പ്രൊഫഷണലിസവും എല്ലാം മാനേജ്മെൻറ്റ് സിസ്റ്റവും ഒക്കെ നടപ്പിലാക്കിയതിൻ്റെ പേരിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനതയ്ക്ക് വരുന്ന നമ്മുടെ തലമുറയ്ക്ക് എന്താണോ ആവശ്യം അത് നിർവഹിച്ചു പോയത്. അതേപടി തന്നെ ഗുരുദേവൻ എന്താണോ 1925 ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അന്ന് അന്ധവിശ്വാസവും അനാചാരവും അല്ലെങ്കിൽ നാടുവാഴിത്തവും ജമ്മിത്തൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ പോരാടിയ ഒരു നവോത്ഥാന നായകനായിരുന്നു ഗുരുദേവൻ. അപ്പോൾ ഗുരുദേവൻ്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച് അത് തൊഴിലാളികളും ഞങ്ങളും എല്ലാം ഇതിന് നേതൃത്വം കൊടുക്കുന്നവരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു, ഒരു ടീമായിട്ട് നിന്നു. ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ വാഗ്ഭടാനന്ദ ഗുരുദേവൻ ഒരു തൊഴിൽ സംരംഭത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയായാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. പക്ഷേ അന്ന് പറഞ്ഞ മൂല്യങ്ങളെല്ലാം അതേപടി പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്, അതിൻ്റെ സ്ഥാപകനും മേധാവിയും ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? എൻ്റെ വ്യക്തിപരമായിട്ടും എൻ്റെ തൊഴിലാളികളും എല്ലാം എൻ്റെ സഹപ്രവർത്തകരും എല്ലാം 100% അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് 100-ാം വാർഷികം എന്ന സങ്കല്പത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു പ്രസ്ഥാനവും 100-ാം വർഷത്തിലേക്ക് എത്തുകയെന്ന് പറയുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ടാകും. അപ്പോൾ അതുമാത്രമല്ല, വെല്ലുവിളികൾ മാത്രമല്ല, ആ പ്രസ്ഥാനം ലോകത്ത് 2ാം സ്ഥാനത്തേക്ക് എത്തി. ഇന്ന് പുതിയ തലമുറക്ക് വരെ ജോലി കൊടുക്കുന്ന വൈവിധ്യ മേഖലകളിലുള്ള IT പോലുള്ള, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വില്ലേജുകൾ പോലുള്ള, അല്ലെങ്കിൽ ടൂറിസം മേഖലയിലൊക്കെ ജോലി കൊടുക്കുന്ന ഒരു പുതിയ തലമുറക്ക് ഏത് ഉന്നത വിദ്യാഭ്യാസം നേടിയാലും അതിനുതകുന്ന രീതിയിൽ ജോലി കൊടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിയതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു മൂല്യശോഷണം ഇല്ലാതെ പോകുന്നതുകൊണ്ട് തന്നെയാണ്. ഗുരുവിൻ്റെ സന്ദേശം എന്താണോ അത് 100% ഉൾക്കൊള്ളുക. ഈ നിർമ്മാണ മേഖല സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു മേഖലയാണ്. നിർമ്മാണ മേഖല ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുകയും പണം അമിതമായി ഉണ്ടാക്കാനുള്ള ലാഭം ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് പോയിരുന്നു. കാസർഗോഡ് ദേശീയപാതയുടെ ഒരു ഫസ്റ്റ് സ്ട്രക്ചർ, അതായത് കേരളത്തിലേക്ക് ദേശീയപാത തുടങ്ങുന്നത് ഊരാളുങ്കലിൻ്റെ റോഡിലൂടെയാണ്. ആ സ്ട്രക്ചർ ഏതാണ്ട് പൂർത്തിയായി എന്ന് തോന്നുന്നു. ഈ നിർമ്മാണത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുമ്പോൾ ഈ പ്രവൃത്തി കിട്ടൽ, പ്രത്യേകിച്ചും ഈ അഴിമതി കൂടുതലുള്ളൊരു മേഖലയിൽ എങ്ങനെയാണ് ഒരു സൊസൈറ്റിക്ക് ഈ പറയുന്ന അങ്ങ് പറഞ്ഞ പോലെയുള്ള മൂല്യങ്ങളൊക്കെ പിടിച്ച് നിർത്താൻ പറ്റുമോ, നിലനിൽക്കാൻ പറ്റുമോ? ഉണർവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയുടെ എതിർപ്പിന്നാണ് നമ്മുടെ ഗുരുദേവൻ്റെ വാക്യം. അത് ആപ്തവാക്യമാക്കി തന്നെ എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അതിനുള്ള ആത്മധൈര്യം ഉണ്ടാകും. ഒരു സത്യസന്ധമായി പ്രവർത്തിക്കുന്ന നേരത്ത് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവർക്കും അതിൻ്റെ തൊഴിലാളികൾക്കും അതിൻ്റെ ഒരു ആത്മധൈര്യം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിലൂടെ തന്നെ നല്ല പ്രൊഫഷണലിസവും നല്ല മാനേജ്മെൻറ്റ് സിസ്റ്റവും നടപ്പിലാക്കി ഒരു രൂപ എങ്ങനെ ചെലവഴിക്കണം, അതുപോലെ തന്നെ ഒരു രൂപ നികുതിപ്പണമാണെന്നുള്ള ബോധത്തിൽ തന്നെ, സമൂഹത്തിൻ്റെ നികുതിപ്പണമെന്നുള്ള ബോധത്തിൽ തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാകുമ്പോൾ ആരോട് വെല്ലുവിളിക്കാനും ആരോട് ടെൻഡറിൽ പങ്കെടുക്കാനും ഞങ്ങൾക്ക്. അതുകൊണ്ടാണല്ലോ അദാനി പോലത്തെ അല്ലെ മൾട്ടിനാഷണൽ കമ്പനിയായ 24 കമ്പനികൾ കേരളത്തിലിപ്പം നാഷണൽ ഹൈവേൻ്റെ പ്രവൃത്തി, അതിലൊരു പ്രവൃത്തി ഊരാളുങ്കലിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ അത് ആരേക്കാളും ഫസ്റ്റിലും ആരേക്കാളും ക്വാളിറ്റിയിലും ഒരു അഴിമതി ആരോപണവും ഇല്ലാത്ത രീതിയിൽ തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാനമായിട്ട്, നാട്ടുകാരുടെയും നമ്മുടെ കേരളക്കാരൻ മുഴുവൻ അഭിമാനമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് വളരെ സ്നേഹത്തോടു കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനം കാണുമ്പം തന്നെ അത് നാഷണൽ ലെവലിൽ തന്നെ പോയല്ലോ, അത്രയും വലിയൊരു പ്രവൃത്തിയായതുകൊണ്ട് അത് തന്നെയാണ് ഗുരുദേവൻ്റെ സന്ദേശം. നാഷണൽ ഹൈവേ കിട്ടിയതോട് കൂടിയിട്ട് സ്വാഭാവികമായി ഒരു സൊസൈറ്റിക്ക് നാഷണൽ ഹൈവേ കിട്ടുന്നു, അത് ആദ്യ സ്ട്രക്ചർ അതിവേഗം പൂർത്തിയാക്കുന്നു.
ഈ വേളയിൽ ഈ 100-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഊരാളുങ്കൽ ഈ 100-ാം വാർഷിക സമ്മാനമായി കേരളത്തിന് നൽകാൻ പോകുന്നത്? കാരണം കേരളത്തിൻ്റെ ഒരു സൊസൈറ്റിയാണ്, കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ ചരിത്രം തന്നെയാണ് ഊരാളുങ്കലിൻ്റെ 100 വർഷം, പിന്നിട്ട 100 വർഷം. എങ്ങനെയാണ് അതിൽ ഞങ്ങളിപ്പം ഈ 100-ാം വാർഷികം എന്ന് പറയുന്നത് ഒരു ആഘോഷമായി മാറ്റാൻ വേണ്ടി മാത്രമല്ല തീരുമാനിച്ചിരിക്കുന്നത്. 2 കോൺക്ലേവ് നടത്തുന്നുണ്ട്. ഒന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ എങ്ങനെ പുതിയ ടെക്നോളജികൾ വരണം, ഫാസ്റ്റായിട്ട് പ്രവൃത്തി തീർക്കണം. ഇപ്പോൾ 3, 4, 5 വർഷം ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് അതെങ്ങനെ ചുരുങ്ങിയ സമയം 6 മാസം കൊണ്ടാണ് 6 മാസം കൊണ്ട് തീർക്കുന്ന രീതിയിലുള്ള ടെക്നോളജികളും, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതിനെതിരായിട്ട് പുതിയ മെറ്റീരിയൽ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി റിസർച്ചും കാര്യങ്ങളും കോൺക്ലേവ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയും അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IIT-കളും NIT-കളും ഒക്കെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള കമ്പനികൾ വരെ ചേർന്നുകൊണ്ട് ഒരു വലിയ കോൺക്ലേവ്, അതിൻ്റെ ഒരു റിസൾട്ടായിരിക്കും നമ്മൾ അടുത്ത ജനതയ്ക്ക് നമ്മൾ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തിന് എങ്ങനെ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു ഊരാളുങ്കലാക്കി മാറ്റി ഒരു മാതൃകാ സ്ഥാപനമാക്കി മാറ്റുന്ന രീതിയിലുള്ള നിർമ്മാണ മേഖലയിൽ ഒരു ഊരാളുങ്കൽ ബദൽ ഉണ്ടാക്കും. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ലോകം, ഇപ്പോൾ മൊറോക്കോ ഉച്ചകോടിയും അതുപോലെ തന്നെ ഈ പാരീസ് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കാർബൺ എമിഷൻ്റെയൊക്കെ നടക്കുന്ന സമയത്ത് നിർമ്മാണ മേഖലയിൽ പ്രത്യേകിച്ചും ഈ കരിങ്കൽ ലഭ്യത, മണ്ണ് ലഭ്യത, പൂഴി ലഭ്യതയുടെ ഇത് പരിഹരിക്കാനുള്ള ഒരു ബദലായിരിക്കും ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ പൗരന്മാരും നിന്നിട്ടില്ലെങ്കിൽ നാളെ നമ്മളെ വരുന്ന നമ്മളെ അടുത്ത തലമുറ നമ്മളെ മക്കളായിരിക്കും ഇത് അനുഭവിക്കേണ്ടത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന് ഊരാളുങ്കൽ പോലത്തുള്ള സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ എടുക്കുക? അപ്പോൾ അത് നമ്മളെ നാട്ടിൽ ഇപ്പം നമ്മൾ തന്നെയാണ് എടുക്കേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യത്തെ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വിഷയമാക്കി തന്നെ എടുത്തിരിക്കുന്നത്. സഹകരണ മേഖലയിൽ ഒരു യൂണിവേഴ്സിറ്റി ഊരാളുങ്കൽ സ്വപ്നം കാണുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഈ 100-ാം വർഷത്തിൻ്റെ സന്തോഷത്തോടുകൂടി അതൊരു 100-ാം വാർഷിക സമ്മാനമായി വരാനുള്ള അതിൻ്റെ പദ്ധതികൾ രൂപവൽക്കരിക്കാൻ സാധ്യതയുണ്ട്. ലോകത്ത് 2-ാം സ്ഥാനത്തും അല്ലെങ്കിൽ ഏഷ്യയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഈ പ്രസ്ഥാനം ഏഷ്യയിൽ അല്ലെങ്കിൽ വേൾഡിലെ 1-ാം സ്ഥാനത്ത് എടുക്കുന്നത് സ്പെയിനിലെ മോൺട്രഗോൺ സൊസൈറ്റിയാണ്. അവിടെ അതിന് യൂണിവേഴ്സിറ്റി ഉണ്ട്, R&D ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്. അപ്പം R&D എന്താണോ തീരുമാനിക്കുന്നത് അതാണ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത്. അതാണ് അപ്പെക്സ് സ്ഥാപനത്തിൻ്റെ നേതൃത്വം ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവിടെ 70,000 പേർ തൊഴിൽ ചെയ്യുന്ന ആ രാജ്യത്തിൻ്റെ തന്നെ വികസനത്തിന് ആ സൊസൈറ്റി മാത്രമാണ് ഒരു പ്രധാന ഘടകം. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മളെപ്പോലത്തെ സംഘങ്ങൾ വേറെയും കാർഷിക മേഖലയിലായാലും മറ്റ് മേഖലകളിലായാലും ഒക്കെയായിട്ട് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നുള്ള പോലെ തന്നെ മറ്റ് മേഖലയിൽ പോലും നമ്മുടെ സഹകരണ മേഖലയിൽ മറ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സഹകരണ വലിയ സെമിനാറും കൂടി നടത്തുന്നുണ്ട്. അതും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ICA പോലുള്ള ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പോലുള്ള സംഘടനകൾ, ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പോലുള്ള എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു മോഡൽ, അത് മോൺട്രഗോൺ മോഡലാണോ അല്ലെ ഊരാളുങ്കൽ മോഡലാണോ എന്ന് ജനം പറയട്ടെ. അത് മോൺട്രഗോൺ മോഡലാണല്ലോ നമുക്കിപ്പോൾ ഏറ്റവും ലോകത്തുള്ളത്. അപ്പോൾ അത് മോഡലാക്കിക്കൊണ്ട് നമുക്കത് നമ്മുടെ ജനത്തിനോട് പറയാൻ പറ്റണം. ഇത് എല്ലാവർക്കും ഓണർഷിപ്പ് ഉണ്ടാകുന്നതാണ്. ഊരാളുങ്കൽ എന്ന് പറയുമ്പോൾ ഇപ്പം 18,000 പേർക്ക് ഓണർഷിപ്പാണ്, മറ്റൊരു വ്യക്തിക്കല്ലാലും ഒരു കുടുംബത്തിനല്ലാലും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പുതിയ തലമുറക്ക് IT മേഖലയായാലും അതുപോലെ തന്നെ IT-യിൽ AI ആയാലും ഏത് മേഖലയിലായാലും നമുക്ക് പുതിയ തലമുറേനെ പുറത്തു പോകാതെ അവരെ പഠിക്കാനും അവർക്ക് ജോലി ചെയ്യാനും അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു കോൺക്ലേവ് സഹകരണ മേഖല ഒരു വിഷയമാക്കി എടുത്തിക്കൊണ്ട് അതൊരു പുതിയ മോഡൽ, ഒരു ബദൽ സംവിധാനം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത്. ഈ ഒരു സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സാധ്യത കേരളത്തിൽ, പ്രത്യേകിച്ചും ഈ സ്കില്ല് പഠിപ്പിക്കാൻ സംവിധാനങ്ങൾ പ്രൊഫഷണലായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് ഊരാളുങ്കലിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് സഹകരണ മേഖലയിൽ ഒരു സ്കിൽ യൂണിവേഴ്സിറ്റി പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് സ്കില്ലില്ലാത്ത നമ്മളെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്ത് വരുമ്പം അവർക്ക് സ്കില്ലില്ല, അല്ലെങ്കിൽ പ്രായോഗിക പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കൃഷി വിദഗ്ധനാണെങ്കിൽ കൃഷിയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ഇലക്ട്രിക്കലായിട്ട് തിയറി പഠിക്കുന്നതല്ലാതെ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അത്തരത്തിലുള്ള പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരു യൂണിവേഴ്സിറ്റി, അത് സ്കില്ല് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അത് നമ്മളെ മേഖലയ്ക്ക് പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഒരു എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയറോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറോ വരുന്ന സമയത്ത്
ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ടാണ് അവനൊരു പ്രായോഗിക പരിജ്ഞാനത്തോടുകൂടി ഒരു എഞ്ചിനീയറായി മാറുന്നത്. അത് മാറി ഇനി നമുക്ക് പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യൻ്റെ ഓരോ വ്യക്തിയും ഓരോ പൗരനും ആ വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി ഒരു സംരംഭം തുടങ്ങാനും എല്ലാവരും PSCക്ക് പരീക്ഷ എഴുതാൻ പോവാതെ സംരംഭം ഉണ്ടാക്കി നാട്ടിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ രീതി കാണുന്നത്. അതാണ് അതിൽ നമ്മളെ സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. ഏറ്റവും അവസാനം നമ്മളേറ്റവും നെഗറ്റീവ് അവസാനം ചോദിക്കുന്ന ഒരു രീതിയുടെ ഭാഗമാണ്. ഒരാളെങ്കിൽ പലപ്പോഴും വേട്ടയാടപ്പെടുന്നുണ്ട്, നിരവധി ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. ഈ 100-ാം വർഷത്തിലും അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കുന്നു? അവരോടൊക്കെ എന്താ പറയാനുള്ളത്? കാരണം ഇത്രയും ആരോപണങ്ങൾ നേരിടാൻ മാത്രമുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പൊതുജനത്തിനും അല്ലെങ്കിൽ സർക്കാരിനും മാറി എന്ന സർക്കാരിനും ഒരാളെങ്കിൽ ഒരു പ്രധാന ഘടകമാണ്. എന്താ വെച്ചാൽ ഏത് പദ്ധതി ഏറ്റെടുത്താലും കൃത്യസമയത്തിനും സമയബന്ധിതമായിട്ടും അല്ലെങ്കിൽ ഒരാരോപണവുമില്ലാതെ ചെയ്തു തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം എന്നുള്ള എനിക്ക് ഞങ്ങളെ വളർച്ച അപൂർവമാണ്. അപ്പോൾ അത് അത്ഭുതകരമായി കണ്ട് അതിൽ ഒരുപാട് അസൂയ ഉണ്ടാവും. അവർ പരിശോധിക്കട്ടെ. നമുക്കിപ്പം നമ്മൾ ഒരു സഹകരണ സ്ഥാപനമാണല്ലോ, ഒരു വ്യക്തിൻ്റെ അല്ലല്ലോ. അവിടെ ഏത് സംവിധാനത്തിൽ ഏത് ഏജൻസി വന്ന് അന്വേഷിച്ചാലും നമുക്ക് പ്രശ്നമില്ല. ഒരു പ്രായോഗികമായിട്ട് വന്ന് പരിശോധിച്ച് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ലോകത്തോട് വിളിച്ച് പറയട്ടെ, അല്ലെങ്കിൽ അത് പൂട്ടാനുള്ള ശ്രമം ഞങ്ങൾ ഇന്ന് ചെയ്തോളാം. ഗുരുദേവൻ്റെ ഈ ആശയവും മുറുകെ പിടിച്ചെന്ന് പറയുന്ന തരത്തിൽ, സത്യം മുറുകെ പിടിച്ചെന്ന് പറയുന്ന തരത്തിൽ കളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പഠിക്കട്ടെ. ആരോപണം പറയുന്നവർ ഇതിനെപ്പറ്റി പഠിക്കണം. ഒരാളെങ്കിൽ എന്താണെന്നുള്ളത് അവർക്കും കൂടി നല്ലതാണല്ലോ. അതേ മോഡൽ വേറെ ഞാനീ പറഞ്ഞ മാതിരി നടപ്പിലാക്കാനും അല്ലെങ്കിൽ ആ മോഡൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരോ പഠിച്ചിട്ട് പറയണം. പഠിച്ചിട്ട് പറഞ്ഞിട്ട് തെറ്റുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്ത് നടപടിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. ഞങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഞങ്ങളെ ജോലിയാണ് പ്രധാനം, ഞങ്ങളെ കർമ്മമാണ് പ്രധാനം, ഞങ്ങൾക്ക് 18,000 പേരുടെ ഭക്ഷണമാണ് പ്രധാനം, അവരുടെ കുടുംബമാണ് പ്രധാനം. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ ഈ 100-ാം വർഷത്തിലും ആക്രമണങ്ങളെ ആരോപണങ്ങളെ ഒന്നും നോക്കാതെ കൃത്യമായി അവരുടെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഊരാളുങ്കലിൻ്റെ ലക്ഷ്യം. അതുതന്നെയാണ് ഈ 100-ാം വാർഷികത്തിലെ ആക്രമണങ്ങൾക്കിടയിലും ഈ വലിയ വിജയത്തിനെക്കുറിച്ച് ഊരാളുങ്കലിൻ്റെ മേധാവി രമേശൻ ബാലേരി നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം വടകരയിൽ നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.